ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും ഒരു കുടുംബക്ഷേത്രം കാണും. പക്ഷെ പലരും ഈ കുടുംബക്ഷേത്രത്തെ അവഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചിലർക്കൊരു സംശയമാണ്, അമ്മ വഴിയാണോ നമ്മൾ കുടുംബക്ഷേത്രം നോക്കേണ്ടത് അതോ അച്ഛൻ വഴിയാണോ നോക്കേണ്ടതെന്ന്. അതും ഈ ജാതിയും ഒക്കെ വെച്ചിട്ട് ചില വ്യത്യാസങ്ങളൊക്കെ പറയുന്നുണ്ട്. മഹാക്ഷേത്രങ്ങളൊക്കെ നമ്മൾ ദർശനം നടത്തും, വലിയ വലിയ പൂജകളും വഴിപാടുകളും ഒക്കെ ചെയ്യും. പക്ഷേ പലരും കുടുംബക്ഷേത്രത്തെ മറക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ചിലരങ്ങനെയാണ്, വലിയ അനാഥാലയങ്ങളിലൊക്കെ പോയി അവിടെയുള്ള ആളുകൾക്കൊക്കെ ഭക്ഷണം മേടിച്ചു കൊടുക്കുകയും ആ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യും. പക്ഷേ അവനവൻ്റെ വീട്ടിലുള്ള പെറ്റമ്മയ്ക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ മേടിച്ചു കൊടുക്കാതെ, അവരെ ശുശ്രൂഷിക്കാതെ, മദേഴ്സ് ഡേക്ക് മാത്രം ഫോട്ടോ ഇട്ട് പ്രദർശിപ്പിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നറിയുക. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയിട്ട് മഹാക്ഷേത്രങ്ങളിൽ പോയി പൂജയും വഴിപാടും നടത്തുന്നത് നല്ലത് തന്നെ. പക്ഷേ അത് തൊലിപ്പുറത്തുള്ള ചികിത്സ മാത്രമാണ്. മൂലകാരണം കണ്ടുപിടിക്കാതെ, അവിടെ ചികിത്സ കൊടുക്കാതെ താൽക്കാലിക ശമനത്തിന് മാത്രമേ അത് ഉപകരിക്കൂ എന്ന് നമ്മൾ ഓരോരുത്തരും അറിയുക. അതുകൊണ്ട് തന്നെ വർഷത്തിലൊരിക്കലെങ്കിലും നിർബന്ധമായും കുടുംബക്ഷേത്ര ദർശനം നടത്തുകയും നമ്മുടെ ഓരോ വിശേഷ ദിവസങ്ങളിലും, ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ പിറന്നാൾ വരുന്നു, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ, ആ സമയങ്ങളിലൊക്കെ നമുക്ക് കഴിയുമെങ്കിൽ അവിടേക്ക് ഒരു വഴിപാടിനായി എന്തെങ്കിലും ഒരു കുറച്ച് എണ്ണയെങ്കിലും മേടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ പൈസ അയച്ചു കൊടുത്തിട്ട് ഫോൺ ചെയ്ത് പറഞ്ഞാൽ പോലും എല്ലാ ക്ഷേത്രങ്ങളിലും ചെയ്യും. അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. അതല്ലെങ്കിൽ, അതിനും സാധിക്കുന്നില്ലെങ്കിൽ വിളക്ക് തെളിയിച്ച് വെച്ച് നമ്മുടെ പരദേവതയെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉത്തമമാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ മറ്റു ക്ഷേത്രങ്ങളിൽ പോയതുകൊണ്ട് താൽക്കാലികമായി നമുക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും എങ്കിലും പൂർണ്ണമായ ഒരു പരിഹാരം നമുക്ക് ഉണ്ടാവുകയില്ല എന്ന് തിരിച്ചറിയുക. ഇനി അച്ഛൻ വഴിയാണോ അമ്മ വഴിയാണോ എന്ന് ചോദിക്കും. എന്നോടൊക്കെ പറഞ്ഞു വന്നിരിക്കുന്നത്, എൻ്റെ വീട്ടിൽ അമ്മ വഴിയാണ് നമുക്ക് ബന്ധം, പുല പോലും അമ്മ വഴിയാണ് എന്ന് പറയാറുണ്ട്. അമ്മ വഴിയുള്ള കുടുംബക്ഷേത്ര ദർശനം നടത്തുന്നതിനോടൊപ്പം തന്നെ അച്ഛൻ വഴിയുള്ള ക്ഷേത്രത്തിലും കൂടി ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ആ രണ്ട് കുടുംബത്തിലെയും സന്തതികളാണല്ലോ നമ്മൾ. അതുകൊണ്ട് തന്നെ ഒരു അമ്മുമ്മയ്ക്ക് തൻ്റെ മകൻ്റെ മക്കളോടാണോ മകളുടെ മക്കളോടാണോ പ്രിയം കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നല്ല അമ്മുമ്മയ്ക്ക് രണ്ട് കൊച്ചുമക്കളോടും പ്രിയമായിരിക്കാം. പക്ഷെ ചിലർക്ക് ചില വ്യത്യാസങ്ങൾ കാണാം. പക്ഷെ പൊതുവെ രണ്ട് കുഞ്ഞുങ്ങളോടും ഒരമ്മുമ്മയ്ക്ക് വളരെയധികം വാത്സല്യം ഉണ്ടാകേണ്ടതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജാതി ഒക്കെ വെച്ചിട്ട് ആണ് ആളുകളിങ്ങനെ പുലയും ബാലായ്മയും അല്ലെങ്കിൽ കുടുംബക്ഷേത്രമൊക്കെ അമ്മ വഴിയാണോ അച്ഛൻ വഴിയാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ആധുനിക യുഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അച്ഛൻ വഴിയുള്ള കുടുംബക്ഷേത്രത്തിലും കൂടി നമ്മൾ പോവുകയും വഴിപാട് നടത്തുകയും ചെയ്യണം. പണ്ടത്തെ കാലത്ത്, ഇപ്പം ഞങ്ങളുടെയൊക്കെ വീടുകളിൽ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് വിടത്തില്ലായിരുന്നു. പെൺകുട്ടികൾ അവരുടെ വീട്ടിൽ തന്നെയായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് പണ്ടത്തെ കാലത്ത് ഈ മരുമക്കത്തായമൊക്കെ നിലനിന്നിരുന്ന കാലത്ത് അങ്ങനെ ചെയ്തിരുന്നു. ഭർത്താക്കന്മാർ ഭാര്യമാരുടെ വീട്ടിലേക്ക് വരികയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എൻ്റെ അപ്പൂപ്പൻ്റെയൊക്കെ സ്വത്തുക്കളൊക്കെ അപ്പൂപ്പൻ അവരുടെ അനന്തരവർക്കാണ് കൊടുത്തത്. എൻ്റെ അച്ഛനും എൻ്റെ അമ്മയ്ക്കുമൊക്കെ അമ്മ വഴിയുള്ള സ്വത്തുക്കളാണ് ലഭിച്ചത്. അതുകൊണ്ട്
നമ്മളെല്ലാവരും അമ്മ വീട്ടിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് അതാണ് നമ്മുടെ കുടുംബക്ഷേത്രം, അവിടെയാണ് നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞ് ശീലിപ്പിച്ചിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. പെൺകുട്ടികളെ വിവാഹം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊടുക്കും. അവിടെ നിന്നും കുറച്ച് കഴിയുമ്പം അവർ മാറി താമസിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ വഴിയും അമ്മ വഴിയും ഒരുപോലെ കുടുംബക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. ഇനി പുലയും ബാലായ്മയും ഒക്കെ നമ്മുടെ രീതിക്കനുസരിച്ചിട്ട് എങ്ങനെയാണോ നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അതനുസരിച്ചിട്ട് ചെയ്യുക. അതല്ലാതെ അത് രണ്ട് വഴിക്കും ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ക്ഷേത്രദർശനം നിർബന്ധമായും രണ്ട് വഴിക്കും ചെയ്യണം. പിന്നെ നമ്മളോട് നമ്മുടെ ഒരു കസ്റ്റം അനുസരിച്ചിട്ട് എങ്ങനെയാണോ ചെയ്യേണ്ടത് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതും വളരെ ഉത്തമമാണ്. നമ്മൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ, അതായത് കുടുംബക്ഷേത്രത്തിന് വേണ്ട പ്രാധാന്യം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു ദോഷമാണ്. നമ്മുടെ മക്കളെ കാണാനായിട്ട് അമ്മമാരും അമ്മുമ്മമാരും ഒക്കെ ഇങ്ങനെ കൊച്ചുമക്കളെ കാണാനായിട്ടൊക്കെ കാത്തിരിക്കും. അവരെ അമ്മയെ കാണാൻ വരുമ്പം ഒരു 10 രൂപ അമ്മയുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നതും അമ്മുമ്മയെ കാണാൻ പോകുമ്പം അമ്മുമ്മയ്ക്ക് ഒരു പാക്കറ്റ് റസ്ക് മേടിച്ചുകൊണ്ട് കൊടുക്കുന്നതും ഒക്കെ അവർക്കൊക്കെ വലിയ സന്തോഷമാണ്. അതുപോലെ തന്നെയാണ് പരദേവതകൾ ആ കുടുംബത്തിലുള്ള അംഗങ്ങളെ കാണാനായിട്ട് ആർത്തിയോടുകൂടി കാത്തിരിക്കുന്നവരാണ്. നമ്മൾ അവരെ മറന്നിട്ട് മറ്റൊരിടത്തേക്ക് കൂടുതൽ പോവുകയാണെങ്കിൽ അവരുടെ മനസ്സ് വല്ലാതെ വേദനിക്കും. ദൈവങ്ങളെയൊക്കെ ഹിന്ദുമത വിശ്വാസപ്രകാരം ഒരു രൂപമായിട്ട് സങ്കല്പിക്കുകയും നമ്മളെപ്പോലെ തന്നെ ദേഷ്യവും സ്നേഹവും ഒക്കെയുള്ള രീതിയിലാണ് നമ്മൾ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ദോഷമുണ്ടാകും, ഭഗവാനോട് അങ്ങനെ ചെയ്യരുത്, ഭഗവാൻ എഴുന്നള്ളി വരുമ്പം നമ്മൾ എഴുന്നേൽക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു. കാരണം നമ്മളെപ്പോലെ തന്നെയാണ് ഈശ്വരനെയും നമ്മൾ കാണുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവങ്ങൾക്കും രൂപമുണ്ട്. ഇപ്പം ലിംഗരൂപത്തിലാണ് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതെങ്കിലും ഭഗവാൻ മഹാദേവൻ എന്ന് പറയുന്നതിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ മഹാദേവൻ എങ്ങനെയാണ് എന്നുള്ളത് ഒരു രൂപമുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റു ദൈവങ്ങളെയും. ആ ദൈവങ്ങൾക്ക് ഒരു മനസ്സുണ്ട്, അവർ സഞ്ചരിക്കുന്നു. അതായത് നമ്മളെപ്പോലെ തന്നെ ഭഗവാനെ കാണുകയും ഭഗവാനോട് സംസാരിക്കുകയും ഭഗവാന് ഇതുപോലുള്ള ചെറിയ ചെറിയ പിണക്കങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഭഗവാന്മാർക്കുമുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത്. അതല്ലാതെ രൂപമില്ലാത്ത ഒരു ദേവതയെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് പരദേവതാ ക്ഷേത്ര ദർശനം നടത്തിയില്ലെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു പ്രയോജനവുമില്ല. വളരെ കാലമായി ദുരിതങ്ങളിൽ പെട്ടിരിക്കുന്നവർ എന്തൊക്കെ വഴിപാടുകൾ നടത്തിയിട്ടും ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ പോയിട്ടും അതിനൊരു ഫലം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക, യഥാർത്ഥ കാരണം നിങ്ങൾ ഇതുവരെ കണ്ടെത്തിയില്ല നിങ്ങളുടെ രോഗത്തിന്. യഥാർത്ഥ കാരണം പരദേവതാ ക്ഷേത്ര ദർശനം നടത്താത്തതാണ്. പരദേവതയോട് പ്രാർത്ഥിക്കുക. ദേവത തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന കേൾക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.